ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ V3 സ്റ്റാർ ജോഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടാലോ. കുറച്ച് മെയിൻ സ്ഥലങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഹൈദരാബാദിലെ മെയിൻ സ്ഥലമായ ഹൈടെക് സിറ്റിയിലെ ചില ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ ഫുള്ള് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും IT കമ്പനികളുടെ വലിയ മേഖലയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഹൈ സ്റ്റോറേജ് ബിൽഡിങ്സൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയുള്ള നല്ല വലിയ ബിൽഡിങ്ങുകളും നല്ല രസത്തിൽ പണിതിട്ടുണ്ട് അവർ. ഇവിടെ ഫുള്ള് പണ്ടൊക്കെ നല്ല കുന്നുകളും അതുപോലെ പാറകളൊക്കെ ആയിരുന്നു. അതിനെയൊക്കെ ഇടിച്ചു നിരത്തിയിട്ടാണ് ഇതുപോലെയുള്ള വലിയ കമ്പനികൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ. ഫ്രണ്ട്സ്, ഇതാണ് ഐക്യാട്ടോ. ഇത് ഇന്ത്യയിൽ തന്നെ 3 സ്ഥലങ്ങളിൽ എന്തോ ഉള്ളൂ. ഒന്ന് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെ. അപ്പോൾ ഇത് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഈ ഭാഗം മൊത്തം നമുക്ക് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാലാണ് പുതിയ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഇവിടെ കേബിൾ ബ്രിഡ്ജ് എന്ന് പറയും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളും കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ഷോപ്പിംഗ് മാൾസും അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. മെയിനായിട്ടുള്ള ഇനോർബിറ്റ് മാളൊക്കെ ഈ ഭാഗത്താണുള്ളത്. ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കാണാം പുതിയൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അത് ഒരു പ്രത്യേക തരം ഒരു ബിൽഡിംഗ് ആണ്. ഞാനത് കൗതുകം തോന്നി എടുത്തതാണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, കുറേ ദൂരമുണ്ട് അവരുടെ ആ ബിൽഡിംഗ്. അതിപ്പോൾ എന്താ അവിടെ വരുന്നത്, അപ്പാർട്ട്മെൻറ്റ്സ് ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഓഫീസാണോ ഒന്നും നമുക്കറിയില്ല. കാണാൻ നല്ല രസമുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയാണ് അല്ലു അർജുൻ്റെ ട്രസ്റ്റൊക്കെ ഉള്ളത് കേട്ടോ. അത് കുറച്ച് നമുക്ക് ഈ മരങ്ങളൊക്കെ ഉള്ള കാരണം മറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാലും നമുക്ക് ചിരഞ്ജീവിയുടെ ട്രസ്റ്റ് കാണാം കേട്ടോ.